മക്കളെ, 5ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് ദ വാംത്ത് ഓഫ് ലവ് എന്നുള്ളതാണ്. ഓക്കെ, വാംത്ത് എന്ന് പറഞ്ഞാൽ ഊഷ്മളം എന്നതാണ് അർത്ഥം. ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം. സ്നേഹത്തിന്റെ ഊഷ്മളതയെ കുറിച്ചിട്ടാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു ഫാമിലി ആ മരത്തിന്റെ അവിടെ ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്, കുറെ കുട്ടികൾ കളിക്കുന്നുണ്ട്. മേലെ നോക്കൂ, ഒരു പക്ഷിയും അതിന്റെ 3 കുട്ടികളും ഉണ്ട് അല്ലേ. അപ്പൊ ആ അമ്മ വരുമ്പോൾ മക്കളുടെ സന്തോഷം, ഹാപ്പിനെസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിന് താഴെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. എന്താണ്? ഭൂമി എന്ന് പറയുന്നതാണ് സ്നേഹത്തിന്റെ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത്. ആര് പറഞ്ഞതാ? റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇവിടെ 2 പിക്ചർ കാണുന്നുണ്ട് അല്ലെ. ഒന്നാമത്തെ പിക്ചറിൽ എന്താണ്? ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോൾ അവന്റെ ഒരു ഹാപ്പിനെസ് ആണ് കാണാൻ വേണ്ടി പറ്റുന്നത്. രണ്ടാമത്തെ പിക്ചറിൽ ആ കുട്ടി ഭയങ്കര കരച്ചിലൊക്കെ ആയി നിൽക്കുന്ന ഒരു പിക്ചറാണ് രണ്ടാമത്തേതായിട്ടുള്ളത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് എബോവ്. ഇപ്പൊ മേലെയുള്ള പിക്ചേഴ്സ് നോക്കുക. 2 ബോയ്സ് ആർ ഗെറ്റിംഗ് റെഡി ഫോർ സ്കൂൾ. 2 കുട്ടികൾ എന്താണ്? സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? എന്താണ് ആദ്യത്തെ കുട്ടി ചെയ്യുന്നത്? എന്താണ്? ദ ബോയ് ഈസ് റെഡി ടു ഗോ ടു സ്കൂൾ. ഒന്നാമത്തെ കുട്ടി സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഈസ് ഹി ഹാപ്പി? അവൻ സന്തോഷത്തിലാണോ, ഹാപ്പിയിലാണോ? ആണല്ലേ. യെസ്, ഹി ഈസ് ഹാപ്പി എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ടാണ് അവൻ സന്തോഷത്തിലുള്ളത്? എന്തുകൊണ്ടാണ്? ഹി വാണ്ട്സ് ടു മീറ്റ് ഹിസ് ക്ലാസ്മേറ്റ്സ് ആൻഡ് ലേൺ ന്യൂ തിങ്സ്. അവൻക്ക് അവന്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ കാണണം, അതുപോലെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കണം. അതുകൊണ്ടാണ് അവൻ ഹാപ്പി ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? എങ്ങനെയാണ് സെക്കൻഡ് ബോയിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സെക്കൻഡ് ബോയ് ഭയങ്കര കരച്ചിലൊക്കെയാണ് അല്ലെ. അപ്പൊ എന്താ എഴുതേണ്ടത് അവിടെ? സെക്കൻഡ് ബോയ് ഹീസ് ക്രൈയിങ്, അവൻ കരയാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? അവന്റെ അമ്മ എന്താ ചെയ്യുന്നത്? ഹിസ് മദർ ഈസ് ട്രൈങ് ടു സ്റ്റോപ്പ് ഹിം ക്രൈങ്. അവന്റെ അമ്മ അവന്റെ കരച്ചിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ 5 ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും. നൗ യുവർ ടീച്ചർ വിൽ ടെൽ യു അബൌട്ട് ഹിസ് ഓർ ഹെർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. അപ്പൊ നിങ്ങളുടെ ടീച്ചർ ഇപ്പൊ പറയും നിങ്ങളുടെ ടീച്ചറുടെ ഫസ്റ്റ് ഡേ സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയും. ഓക്കെ, ഹൗ വാസ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? നിങ്ങളുടെ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു? നിങ്ങൾ ഇതുപോലെ കരഞ്ഞോ എന്നൊക്കെ ഉള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? നിങ്ങൾ കരഞ്ഞോ അതോ നല്ല കുട്ടികളായിരുന്നോ എന്നുള്ളതൊക്കെ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്കാണ്. ദ കിസ്സിംഗ് ഹാൻഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ചാപ്റ്റർ. ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈ അല്ലെ. ഉമ്മ വെക്കുന്ന കൈകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇൻ ദി സ്റ്റോറി എ ലിറ്റിൽ റാക്കൂൺ നെയ്മഡ് ചെസ്റ്റർ is hesitant about going to school. Now let's see what happens to him. ഇവിടെ എന്താണ്? ഒരു ലിറ്റിൽ റക്കൂൺ. റക്കൂൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു പിക്ചറിൽ കാണുന്ന ഇതിനെയാണ് നമ്മൾ റക്കൂൺ എന്ന് പറയുക. നമ്മുടെ കീരിയോ അല്ലാത്ത ഒരു ചെറിയൊരു എനിമലാണ്. അതിന്റെ പേര് ചെസ്റ്റർ എന്നുള്ളതാണ്. അവൻക്ക് ഹെസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനക്ക് ഇഷ്ടമല്ല. എന്തിന്? അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. അവർക്ക് സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമില്ല. അപ്പൊ അങ്ങനെ എന്തൊക്കെ സംഭവിച്ചു അവനും അവന്റെ അമ്മയുടെയും ഇടയിൽ എന്നുള്ള ഒരു സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ചെസ്റ്റർ റക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. അവന് ആ ഫോറസ്റ്റിന്റെ ഒരു സൈഡിൽ ഒരു എഡ്ജിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ ഹി ടോൾഡ് ഹിസ് മദർ. അവന്റെ മദറിന്റെ അടുത്ത് അവൻ പറയുന്നത് എനിക്ക് സ്കൂളിൽ പോകണ്ട എന്ന് പറയാണ്. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് നിങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കണം എന്ന് പറയാണ്. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ കളിക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് എന്റെ ടോയ്സിന്റെ കൂടെ കളിക്കണം. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. എനിക്ക് എന്റെ ബുക്സ് ഒക്കെ വായിക്കണം. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. എന്താണ്? എനിക്ക് എന്റെ ഊഞ്ഞാലിരുന്ന് ഊഞ്ഞാലാടണം. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. ഞാൻ എന്തായാലും ഈ വീട്ടിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ്. മിസ്സിസ് റക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ. അപ്പൊ എന്താണ്? മിസ്സിസ് റക്കൂൺ എന്ന് പറഞ്ഞാൽ ഈ ചെസ്റ്റർ റക്കൂണിന്റെ അമ്മയാണ്. അമ്മ അവന്റെ കൈ പിടിച്ചിട്ട് അവന്റെ ചെവിയിൽ ഇങ്ങനെ ഒന്നിങ്ങനെ തലോടുകയാണ്. ഓക്കെ, ഇനി 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചെസ്റ്റർ ഡസന്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ. വൈ? എന്തുകൊണ്ടാണ് നമ്മുടെ ചെസ്റ്ററിന് സ്കൂളിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ്? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സൈഡിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്റർ വായിച്ചു പോകാം. ഇനി അടുത്ത് നോക്കൂ. അപ്പൊ അമ്മ പറയാണ് അവനെ കൈ പിടിച്ചുകൊണ്ട്, സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. ചില സമയത്ത് നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും.
ഷീ ടോൾഡ് ഹിം ജെന്റ്ലി, വളരെ സോഫ്റ്റ് ആയിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു. ഈവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കേറി അറ്റ് ഫസ്റ്റ്, എന്താണ് ചിലപ്പോൾ എന്താണ് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പേടി ഉണ്ടായിരിക്കും, അതൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു അപരിചിതമായിട്ടുള്ള സ്ഥലവും ആയിരിക്കും. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺ യു സ്റ്റാർട്ട്, പക്ഷേ നീ വൺസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നിനക്ക് നന്നായിട്ട് ഇഷ്ടമാവും അവിടെ. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്, എന്താണ് നിനക്ക് പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടും, അവർ പുതിയ ടോയ്സ് കിട്ടും, അവരൊക്കെ ആയിട്ട് നിനക്ക് കളിക്കുകയും എല്ലാം ചെയ്യാം. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്, എന്താണ് നിനക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പുതിയ ബുക്സ് കിട്ടും, അതുപോലെ തന്നെ പുതിയ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ നിനക്ക് കിട്ടും. ബിസൈഡ്സ് ഷീ ആഡഡ്, എന്നിട്ട് അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ആഡ് ചെയ്തിട്ട് പറയാണ്, ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട് ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ് അറ്റ് സ്കൂൾ സീം ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേ അറ്റ് ഹോം, എന്താണ് അത് മാത്രമല്ല എനിക്കൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സീക്രട്ട് അറിയാം, നീ നൈറ്റിൽ സ്കൂളിലാണെങ്കിലും എന്താണ് നിനക്ക് ഡേയിലുള്ള ആ ഒരു ഫീലിങ്സ് ഒക്കെ നിനക്ക് കിട്ടുന്ന തരത്തിൽ എനിക്കൊരു സംഭവം അറിയാമെന്ന് പറയാണ്. ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്, അങ്ങനെ ചെസ്റ്റർ എന്ത് ചെയ്തു, കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണുനീരൊക്കെ തുടച്ചിട്ട് വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അവരെ നോക്കുകയാണ്. എ സീക്രട്ട്, വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? സീക്രട്ടോ, എന്ത് തരത്തിലുള്ള സീക്രട്ട്? എ വെരി ഓൾഡ് സീക്രട്ട് സെഡ് മിസ്സസ് റക്കൂൺ. അപ്പോൾ റക്കൂണ് പറയാണ് അതൊരു വളരെ വലിയ പഴയ ഒരു സീക്രട്ടാണ്. ഐ ലേൺ ഇറ്റ് ഫ്രം മൈ മദർ ആൻഡ് ഷീ ലേൺ ഇറ്റ് ഫ്രം ഹെർ മദർ. ഇറ്റ്സ് കോൾഡ് ദ കിസ്സിംഗ് ഹാൻഡ്. ഞാനിത് പഠിച്ചിട്ടുള്ളത് എൻ്റെ അമ്മയിൽ നിന്നാണ്, എൻ്റെ അമ്മ പഠിച്ചിട്ടുള്ളത് അവരുടെ അമ്മയിൽ നിന്നാണ്. അതൊരു കിസ്സിംഗ് ഹാൻഡ് ആണ്, അതിനെ വിളിക്കുന്നത് കിസ്സിംഗ് ഹാൻഡ് എന്നാണ്. ദ കിസ്സിംഗ് ഹാൻഡ് ആസ്ക്ഡ് ചെസ്റ്റർ. അപ്പോൾ ചെസ്റ്റർ ചോദിക്കാൻ കിസ്സിംഗ് ഹാൻഡോ, വാട്ട് ഈസ് ദാറ്റ്, അതെന്താണ്? ഐ വിൽ ഷോ യു, ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറയാണ്. Then Mrs. Raccoon took Chester's left hand and spread his tiny fingers into a fan. എന്താണ് അങ്ങനെ മിസ്സിസ് റക്കൂണ് ചെസ്റ്ററിന്റെ വലത്തെ കൈ എടുത്തിട്ട് അതെന്ത് ചെയ്തു, അതിന്റെ ഫിംഗേഴ്സ് ഒക്കെ ഒന്നൊരു ഫാന് പോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തു. ലേണിംഗ് ഫോർവേഡ് ഷീ കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. എന്നിട്ട് എന്ത് ചെയ്തു, ഒന്ന് മുന്നോട്ട് വന്നിട്ട് അവന്റെ മിഡിലില് ആ പാമിന്റെ നമ്മുടെ കൈയുടെ ഉള്ളം കൈ ഉണ്ടാവില്ല അതിന്റെ പുറത്തായിട്ട് ഒന്ന് കിസ് ചെയ്തു. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്. അങ്ങനെ കിസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, അവരുടെ കയ്യിൽ കിസ് ചെയ്തിട്ട് അത് നേരെ നമ്മുടെ ചെസ്റ്ററിന്റെ കയ്യിൽ കൊടുത്തിട്ട് വെച്ചു. അപ്പ് ഹിസ് ആം ആൻഡ് ഇൻ ടു ഹിസ് ഹേർട്ട്. എന്നിട്ട് അത് നേരെ ഹൃദയത്തിന്റെ അവിടെ വെക്കാൻ വേണ്ടി പറഞ്ഞു. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മസ്കി ചിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. അപ്പൊ എന്താണ് ഇവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ആ ഒരു രോമം എന്ന് പറയുന്നത് വളരെ സിൽക്കി ആയിട്ടുള്ളതാണ്. അതിന്റെ അടുത്ത് ഇത് വെച്ചപ്പോൾ അവർക്ക് ശരിക്കും ആ ഒരു ഊഷ്മളത, ആ ഒരു വാമം അവർക്ക് ഫീൽ ചെയ്തു. മിസ്സിസ് റക്കൂൺ സ്മൈൽഡ്. എന്നിട്ട് മിസ്സിസ് റക്കൂൺ ചിരിച്ചുകൊണ്ട് പറയാണ്, നൗ she told Chester, whenever you feel lonely and need a little love from home, just press your hand to your cheek and think. എന്നിട്ട് പറയാണ്, നിനക്ക് എപ്പോഴെങ്കിലും നിനക്ക് ഒറ്റക്കായി എന്നല്ല, നിനക്ക് വീട്ടിലെ ആ ഒരു സ്നേഹമൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാൻ, നിന്റെ കൈ എടുത്തിട്ട് നേരെ ചീക്കിൽ നിന്റെ കവിളത്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി. മമ്മി loves you and that very kiss will jump to your face and fill you with toasty warm thoughts. അപ്പോൾ എന്നിട്ട് നീ പറയാ മമ്മി ലവ്സ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ആ കിസ് നിന്റെ മുഖത്തേക്ക് ചാടി വരുമെന്നാണ് പറയുന്നത്. നിനക്കപ്പോൾ അത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൌണ്ട് ദ കിസ്. എന്നിട്ട് എന്താണ് വീണ്ടും കിസ് ചെയ്ത് അവിടെ ഒന്ന് റാപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ നൗ ബി കെയർഫുൾ നോട്ട് ടു ലോസ് ഇറ്റ് ഷീ ടീസ്റ്റഡ് ഹിം. എന്നിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരിക്കലും ഇത് ലോസ് ചെയ്യരുത്, നീ ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. ബട്ട് ഡോണ്ട് വറി, വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ്സ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ് ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. ഇനി പ്രശ്നമില്ല, നീ എങ്ങാനും എന്താണ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കൈ വാഷ് ചെയ്യുകയാണെങ്കിലും ആ കിസ് അവിടെ സ്റ്റിക്കായിട്ട് നിൽക്കുമെന്നാണ് പറയുന്നത്, ഞാൻ പ്രോമിസ് ചെയ്യുന്നുണ്ട്. ചെസ്റ്റർ ലവ്ഡ് ഹിസ് കിസ്സിംഗ് ഹാൻഡ്. ചെസ്റ്ററിന് ആ ഒരു കിസ്സിംഗ് ഹാൻഡ് ഇഷ്ടമായി. നൗ ഹി ന്യൂസ് ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വെറെവർ ഹി വെന്റ് ഈവൻ ടു ദ സ്കൂൾ. അപ്പം അവനക്ക് മനസ്സിലായി, ഞാൻ എവിടെ പോവുകയാണെങ്കിലും എനിക്ക് ഈ ഒരു അമ്മയുടെ ആ ഒരു സ്നേഹം എനിക്ക് അറിയാൻ വേണ്ടി പറ്റും, ഈവൻ ഞാൻ സ്കൂളിലാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ളത് അവനക്ക് മനസ്സിലായി. That night Chester stood in front of his school and looked thoughtful. അങ്ങനെ അന്ന് രാത്രി അവന് സ്കൂളിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവന് ചിന്തിച്ചു. Suddenly he turned to his mother and grinned. Give me your hand, he told her. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവർക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് അവൻ തിരിഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് പറയാണ്, തായോ നിങ്ങളുടെ കൈ തായോ എന്ന് പറയാണ്. Chester took his mother's hand in his own and unfolded her large familiar fingers into a fan.
അമ്മ ചെയ്ത പോലെ തന്നെ ഇവൻ എന്ത് ചെയ്തു, അമ്മയുടെ ഫിംഗർ എടുത്തിട്ട് ഫാന് പോലെ ഇങ്ങനെ കറക്കി. നെസി ലേൺ ഫോർവേഡ് ദ കിസ് ദ സെന്റർ ഓഫ് ഹെർ ഹാൻഡ്, എന്നിട്ട് ആ ഹാൻഡിന്റെ സെന്ററിൽ ഒരു കിസ്സും കൊടുത്തു. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു, ഹി ടോൾഡ് ഹെർ വിത്ത് എ ജെന്റിൽ ഗുഡ്. എന്താണ്, അപ്പോൾ വളരെ ജെന്റിലായിട്ട് അവൻ പറഞ്ഞു, ഇപ്പം എന്താണ് അമ്മയുടെ കയ്യിലും എൻ്റെ കിസ്സിങ് ഹാൻഡ് ഉണ്ടെന്ന് പറയാണ്. ഗുഡ് ബൈ, ഐ ലവ് യു, ചെസ്റ്റർ സെഡ് ആസ് ഹി ടേൺ ആൻഡ് എ ഡാൻസ് അവേ. അങ്ങനെ അവന് ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ തിരിഞ്ഞു പോവുകയാണ്, ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, ദെൻ ആ ഒരു പിക്ചറാണ് ഇവിടെ കാണുന്നത്. മിസ്സസ് റക്കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് ദ ട്രീ ലിംബ് ആൻഡ് എൻ്റർ ദ സ്കൂൾ. അപ്പോൾ ആ ഒരു മരത്തിൻ്റെ അടുത്ത് നിന്നിട്ട് മിസ്സസ് റക്കൂണ് ഈ നമ്മുടെ ചെസ്റ്റർ പോകുന്നത് ഇങ്ങനെ നോക്കി നിന്നു. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദ ന്യൂ സ്കൂൾ ഇയർ റാങ് ഷീ പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക് ആൻഡ് സ്മൈൽഡ്. അങ്ങനെ ഫസ്റ്റ് ബെല്ല് അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, അവളുടെ കയ്യിലെ കിസ്സിങ് ഹാൻഡ് ഇല്ലേ, അവൾ അത് എടുത്തിട്ട് അവളുടെ ചീക്കിലൊന്ന് വെച്ചിട്ട് ഒന്ന് ചിരിച്ചു. ദ വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹെർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. അങ്ങനെ അത് വെച്ചപ്പോൾ അവളുടെ മനസ്സിൽ എന്ത് തോന്നി, ഒരു സ്പെഷ്യൽ വേർഡ് തോന്നി. ചെസ്റ്റർ ലവ് യു, ഇറ്റ് സാങ് ചെസ്റ്റർ ലവ് യു. അവരിങ്ങനെ ചെസ്റ്റർ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാടാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ രസമുള്ള ഒരു ചാപ്റ്ററാണ് അല്ലേ. കാരണം എന്താണ്, ഒരിക്കലും നമ്മുടെ അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ എവിടെ പോയാലും നമ്മളെ വിട്ടു പോവില്ല. ആ ഒരു വലിയ ഒരു മെസ്സേജാണ് ഈ ഒരു പാഠം നമുക്ക് തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചെസ്റ്റർ റക്കൂണും അമ്മയും കൂടെ നടത്തിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. അതിൻ്റെ മുന്നേ അബൌട്ട് ദ ഓതർ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. ഓൺട്രി പെൻ ഈസ് ആൻ അമേരിക്കൻ റൈറ്റർ ഓഫ് സ്റ്റോറീസ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ സ്റ്റോറി എഴുതുന്ന ഒരു അമേരിക്കൻ റൈറ്റർ ആണ് ഈ ഓട്രി പെൻ എന്ന് പറയുന്നത്. ഷീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ദ കിസ്സിങ് ഹാൻഡ്, എ പിക്ചർ ബുക്ക് ഫീച്ചറിംഗ് റെക്കോർഡ്സ് വിത്ത് ഹ്യൂമൻ ക്വാളിറ്റീസ്. അപ്പോൾ അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ് ദ കിസ്സിങ് ഹാൻഡ് എന്ന് പറയുന്നത്. അതൊരു പിക്ചർ ബുക്കാണ്, അത് ചിത്രകഥയാണ്. അതിൽ റെക്കോർഡിൻ്റെ ഒരുപാട് മനുഷ്യൻ്റെ നല്ല നല്ല ക്വാളിറ്റീസ് ഒക്കെ റെക്കോർഡിൽ ഫീച്ചർ ചെയ്തിട്ടാണ് ആ ഒരു ബുക്ക് ഉള്ളത്. ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെസ്റ്റർ ഡസൻറ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ. വൈ? എന്തുകൊണ്ടാണ് ചെസ്റ്ററിന് സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടായിരുന്നു? ബിക്കോസ് ചെസ്റ്റർ വാണ്ട്സ് ടു സ്റ്റേ ഹോം വിത്ത് ഹിസ് മദർ. അവൻക്ക് അവൻ്റെ അമ്മയുടെ കൂടെ വീട്ടിൽ നിൽക്കണമായിരുന്നു. അതുമാത്രമല്ല, ഹി ഓൾസോ വാണ്ട്സ് ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ടോയ്സ്. അവൻക്ക് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം, അവൻ്റെ ടോയ്സിൻ്റെ കൂടെ കളിക്കണം. റീഡ് ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ഹിസ് സ്വിങ്. അങ്ങനെ ബുക്ക് വായിക്കണം, അവൻ്റെ ഊഞ്ഞാലിൽ ഇരുന്ന് ഊഞ്ഞാലാടണം. ഇതൊക്കെയായിരുന്നു അവൻ്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവൻക്ക് സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് യു വേർ ഇൻ ചെസ്റ്റേഴ്സ് പ്ലേസ് വാട്ട് വുഡ് യു ഡു? നിങ്ങളാണ് ചെസ്റ്ററിൻ്റെ സ്ഥലത്ത് എന്ന് വിചാരിക്കുക, നിങ്ങളാണ് ചെസ്റ്റർ എന്ന് വിചാരിക്കുക, നിങ്ങൾ എന്താണ് ചെയ്യുക? എന്തായിരിക്കും ചെയ്യുന്നത്? ഐ വിൽ ഗോ സ്കൂൾ ഹാപ്പിലി. വളരെ സന്തോഷത്തോടു കൂടി സ്കൂളിൽ പോകും. ഐ വാണ്ട് ടു മേക്ക് ന്യൂ ഫ്രണ്ട്സ്. എനിക്ക് പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം, അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി സ്കൂളിൽ പോകും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങൾക്കത് അവിടെ എഴുതാവുന്നതാണ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് മിസ്റ്റർ റക്കൂൺ ഹെൽപ്പ് ചെസ്റ്റർ ഓവർകം ഹിസ് ഫിയർ? മിസ്സസ് റക്കൂണ് എങ്ങനെയാണ് ചെസ്റ്ററിൻ്റെ ആ ഒരു പേടി മാറ്റാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്താണ് ചെയ്തത്? ദ ഐഡിയ ഓഫ് ദ കിസ്സിങ് ഹാൻഡ് വാസ് ദ ഓൾഡ് സീക്രട്ട്. ആ ഓൾഡ് സീക്രട്ട് ആയിട്ടുള്ള ആ ഒരു കിസ്സിങ് ഹാൻഡാണ് ഐഡിയ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് അവർ ചെയ്തത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ചെസ്റ്റർ ഫീൽ വെൻ ഹി കിസ്ഡ് ഹിസ് മദർ? അവൻ്റെ മദർ അവനെ കിസ് ചെയ്തപ്പോൾ അവനക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? മിസ്സസ് റക്കൂൺ ടോൾഡ് ചെസ്റ്റർ അബൌട്ട് ദ സീക്രട്ട് ഓഫ് കിസ്സിങ് ഹാൻഡ്. കിസ്സിങ് ഹാൻഡ് എന്നുള്ള സീക്രട്ട് മിസ്സസ് റക്കൂൺ ചെസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷി കിസ്ഡ് ഓൺ ഹിസ് പാം ആൻഡ് ടോൾഡ് ഹിം വെനെവർ ഹി ഫീൽസ് ലോൺലി ആൻഡ് നീഡഡ് ദ ലവ് ഫ്രം ഹോം ജസ്റ്റ് പ്രസ് ഹിസ് ഹാൻഡ് ടു ദ ഹിസ് ചീക്ക് ആൻഡ് തിങ്ക് മമ്മി ലവ്സ് യു. അപ്പോൾ എന്താണ് ചെയ്തത്? അവൻ്റെ കൈയെടുത്തിട്ട് അതിലൊരു കിസ്സ് കൊടുത്തു. എന്നിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് എപ്പോഴെങ്കിലും ഒരു ഏകാന്തത ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലെ ഒരു സ്നേഹം വേണമെന്ന് തോന്നുകയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ഹാൻഡ് എടുത്തിട്ട് നിൻ്റെ കവിളത്തൊന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് മമ്മിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയണമെന്ന് പറഞ്ഞു. ഷീ വാണ്ടഡ് ഹിം ടു ഓവർകം ഹിസ് ഫിയർ ആൻഡ് ഫീൽ സേഫ്. അവൻ്റെ ആ ഫിയറും കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യണം, അതുപോലെ തന്നെ അവനക്കൊരു സേഫ് ഫീൽ ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു അവരിതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡിഡ് ചെസ്റ്റർ ഫീൽ വെൻ ഹി കിസ്ഡ് ഹിസ് മദർ? ചെസ്റ്ററിന് എങ്ങനെയായിരുന്നു അവൻ്റെ അമ്മ കിസ് ചെയ്തപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്തൊക്കെയായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? വെൻ ചെസ്റ്റർ കിസ്ഡ് ഹിം ഹിസ് മദർ
ഹി ഫെൽറ്റ് ഹാപ്പി. അവിടെ അമ്മ കിസ് ചെയ്തപ്പോൾ എന്താണ്, അവനക്ക് വളരെ സന്തോഷം തോന്നി. ദെൻ ഹി ന്യൂ ഹി വാസ് സേഫ് ആൻഡ് വാസ് നോ പ്രോബ്ലം ലോങ് സ്കെയർഡ് ടു ഗോ ടു സ്കൂൾ. അപ്പോൾ അവനക്ക് മനസ്സിലായി ഒരു സേഫും അതുപോലെ തന്നെ യാതൊരു പ്രശ്നവുമില്ല സ്കൂളിൽ പോകുന്നതിന് എന്ന് അവനക്ക് മനസ്സിലാവുകയും ചെയ്തു. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹു ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? ആരാണ്? മദർ റക്കൂണും അതുപോലെ തന്നെ ചെസ്റ്റർ റക്കൂണും ആണ്. സെവൻത് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഡിഡ് യു ലൈക്ക് ദ മോസ്റ്റ്? നിങ്ങൾക്ക് ഇതിലെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ട് ഏതാണോ അത് നിങ്ങളവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലെ സൈഡ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. ഇനി ഇതിലെ ആക്ടിവിറ്റീസ് ആണ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും താങ്ക്